സസ്പെൻഷൻ എന്ന് പറയുമ്പോഴും അത് സാങ്കേതികമായി മാത്രമാണ്. ഇപ്പോഴും അയാൾക്ക് കോൺഗ്രസിന്റെ ഒരു MLA എന്ന നിലയിൽ താൻ വിജയിച്ച മണ്ഡലത്തിൽ, കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെതായ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണം നടത്താൻ ഇന്ന് ഉച്ചവരെ അയാൾക്ക് കഴിഞ്ഞു. അതായത് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഈ പെൺകുട്ടി എത്തുന്ന ആ നിമിഷം വരെ, ഒളിവിൽ പോകുന്ന നിമിഷം വരെ കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾക്ക് വേണ്ടി, ലീഗിന്റെ ജനപ്രതിനിധികൾ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് തേടി നടക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി, ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് അവകാശവാദം മുന്നോട്ട് വെക്കുന്നത്, വിജയത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ മുന്നോട്ട് വെക്കുന്ന പൂർണ്ണമായും കോൺഗ്രസ്സുകാരനായ ഒരു MLA തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പിന്നെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അല്ലെങ്കിൽ സസ്പെൻഷൻ ഞങ്ങൾ കൊടുത്തു, ഇനി ഇതിനപ്പുറം എന്ത് നടപടിയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെടുത്ത നടപടി അത് വെറും കടലാസ് നടപടി മാത്രമായിരുന്നു. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കുറെ കൂടി കോൺഗ്രസ് എന്താണ്, കോൺഗ്രസ് നേതാക്കളുടെ സ്ത്രീപക്ഷ നിലപാട് എന്നവർ അവകാശപ്പെടുന്ന നിലപാടിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നത് ഇന്നത്തെ പ്രതികരണങ്ങളിലൂടെ വരെ നമ്മൾ കണ്ടു. അപ്പോഴും നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജ്ജന ബി സാജൻ അവരൊരു പരാതി കൂടി ഹൈക്കമാൻഡിന് കൊടുത്തിരുന്നു. അതുകൂടി നമ്മൾ പറഞ്ഞു തന്നെ പോകണം. ദേശീയ തലത്തിലുള്ള വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായ അന്വേഷണം കോൺഗ്രസ് നടത്തണം. നമ്മളെപ്പോഴും ഇടതുപക്ഷത്തെക്കുറിച്ച്, CPIM-നെ കുറിച്ച് പാർട്ടി കോടതി എന്നൊക്കെ പറഞ്ഞ് പല വിഷയങ്ങളിലും പരാമർശിച്ചു പോകാറുണ്ട്. പക്ഷേ ഇതിൽ കോൺഗ്രസ് പാർട്ടി ഏത് അന്വേഷണമാണ് നടത്തിയത്? ഞങ്ങൾ കേട്ട ഉടൻ തന്നെ ഞങ്ങൾ നടപടിയെടുത്തു എന്ന് ഊറ്റം കൊള്ളുമ്പോൾ, പാർട്ടി തലത്തിൽ ഇയാൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പെൺകുട്ടികൾക്ക് പരാതികൾ ഉണ്ടെങ്കിൽ, പലരും ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പരിശോധന നടത്തിയോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന നേതാക്കളോട് കൂടി തന്നെയാണ് ഈ ചോദ്യം. ഇരകളാക്കപ്പെട്ടവരെ കണ്ടെത്തി അവരുടെ വിഷയം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള AICC നേതൃത്വത്തിനാണ് സജ്ജന ഈ പരാതി നൽകിയത്. അതിനുശേഷം എന്തെങ്കിലും ഒരു പ്രതികരണം നമ്മൾ കണ്ടോ?